ഛത്തീസ്ഗഡിൽ മതപരിവർത്തനവും മനുഷ്യക്കടത്തും ആരോപിക്കപ്പെട്ട അറസ്റ്റിലായ കന്യാസ്ത്രീകൾക്ക് വേണ്ടി നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയ പാർട്ടികൾ രംഗത്തിറങ്ങുന്നത് മനസ്സിലാക്കാം. മലയാളികളാണ്, ഒരുപക്ഷെ അവർ തെറ്റിദ്ധരിക്കപ്പെട്ടതാകാം, അങ്ങനെ ഒരുപാട് ന്യായങ്ങൾ അതിനകത്ത് പറയാനുണ്ട്. പക്ഷേ എന്നെ അത്ഭുതപ്പെടുത്തുന്നത് അതല്ല. ഇവർക്ക് വേണ്ടി ഇപ്പോൾ SDPI പണ്ട് ഒരു പേര് ഉപയോഗിച്ചു, ദുരുപയോഗം ചെയ്തു, പ്രവാചകൻ്റെ പേര് ദുരുപയോഗം ചെയ്തു എന്ന് പറഞ്ഞ് ഒരു അധ്യാപകൻ്റെ, ജോസഫ് മാഷിൻ്റെ കൈ വെട്ടിയ കൂട്ടരാണ് പോപ്പുലർ ഫ്രണ്ടും SDPI. അതിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് മാത്രം നിരോധനത്തിൽ നിന്ന് രക്ഷപ്പെട്ടവരാണ് SDPIക്കാർ. ആ SDPIക്കാർ ഈ കന്യാസ്ത്രീകൾക്ക് വേണ്ടി ഇപ്പോൾ രംഗത്തിറങ്ങിയിരിക്കുകയാണ്. എന്നെ അത്ഭുതപ്പെടുത്തുന്നത് അതാണ്. പ്രശാന്ത്, ഈ നമ്മൾ ഇതിൻ്റെ ഒരു നിജസ്ഥിതി അറിയാനുണ്ട്. ഇവർ കുറ്റക്കാരാണോ ഇല്ലയോ എന്നുള്ളത്. അത് വരട്ടെ, അതിൻ്റെ വഴിയാമണ്ണം. അതെ, ഈ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ തോന്നും ഇന്നേ വരെ രാജ്യത്ത് ക്രൈസ്തവരോട് മുൻകാലങ്ങളിൽ ഭരിച്ചുകൊണ്ടിരുന്നവർ ഒരതിക്രമവും കാട്ടിയില്ല എന്നുള്ള രീതിയിൽ. കോൺഗ്രസ്സുകാരാണല്ലോ രാജ്യം ഏറെക്കാലം ഭരിച്ചുകൊണ്ടിരുന്നത്, അല്ലേ? അതെ. എത്രയോ കേസുകൾ എടുക്കാനുണ്ട്. ഇവരെല്ലാം കൂടി ഇപ്പോൾ ഇടത് വലത് മുന്നണികളും ഈ പറഞ്ഞ വർഗീയ പാർട്ടികളും ഒക്കെ ചേർന്നുകൊണ്ടിപ്പോൾ അവരങ്ങ് ഇവിടേക്ക് ഛത്തീസ്ഗഡിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്, അല്ലേ? എന്താണ് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ നമുക്കിതിനകത്തൊരു കൃത്യമായ ഉത്തരം ആദ്യം പറയാൻ കഴിയും. ഇത് ഈ ക്രൈസ്തവ സംഘടനകളൊക്കെ തന്നെ, സഭയൊക്കെ തന്നെ ഈ BJPയുമായിട്ട് കൂടുതലായിട്ട് അടുക്കുന്നു. അല്ലെങ്കിൽ BJP ക്രൈസ്തവരോട് അടുക്കുന്നു, തിരിച്ചുമാകാം, എങ്ങനെ വേണമെങ്കിലും ആകാം. അങ്ങനെ ഒരു രംഗമാണ് ഇപ്പോൾ നമ്മൾ കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ അടുപ്പം 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിലും അതിന് തൊട്ടു മുമ്പുള്ള പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും ഇത് വ്യക്തമായിട്ട് പ്രതിഫലിക്കും എന്ന് കേരളത്തിലുള്ള മറ്റ് മുന്നണികളൊക്കെ മനസ്സിലാക്കുന്നുണ്ട്. അത് കൃത്യമായിട്ട് അവർക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ആ അടുപ്പ ഇല്ലായ്മ ചെയ്യണം, അതിൽ വിള്ളൽ വീഴ്ത്തണം. അതിനുവേണ്ടി ഇപ്പോൾ ഒരുമിച്ചിറങ്ങിയിരിക്കുന്ന ആണ് നമ്മൾ കാണുന്നത്. മുൻകാലങ്ങളിൽ ഇതൊക്കെ തന്നെ നടന്നിട്ടുണ്ട്. ഇപ്പോൾ പ്രശാന്ത് തുടക്കത്തിൽ പറഞ്ഞല്ലോ, ജോസഫ് മാഷിൻ്റെ കൈ വെട്ടിയ പോപ്പുലർ ഫ്രണ്ടിൻ്റെ അവതാരമാണ് SDPI. പിന്നെ അവർക്കൊരു അംഗീകൃത രാഷ്ട്രീയ പാർട്ടി എന്നുള്ള രീതിയിൽ നിൽക്കുകയാണ്. അതെപ്പോഴാണ് പിടിവീഴുന്നതെന്ന് അറിയത്തില്ല. ദേശവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അംഗീകൃത രാഷ്ട്രീയ പാർട്ടിയാണെങ്കിൽ അഖിലേന്ത്യാ പ്രസിഡന്റ് അകത്താണ്. അന്ന് അംഗീകൃത രാഷ്ട്രീയ പാർട്ടിയാണെങ്കിലും നിരോധിക്കാൻ പറ്റും. അതിനൊന്നും വേറെ ഊരാക്കുടുക്കുകളൊന്നുമില്ല. അപ്പം ഈ പോപ്പുലർ ഫ്രണ്ട് ഇവിടെ നിരോധിച്ചു കഴിഞ്ഞപ്പോൾ അതിൻ്റെ താഴെ തട്ടിലുള്ള ഈ ചോട്ടാ നേതാക്കന്മാരും അണികളും ഒക്കെ തന്നെ SDPIയിലേക്ക് ചേക്കേറി എന്നുള്ളതാണ്. ഈ SDPIയുടെ പിന്തുണയൊക്കെ തന്നെ പാലക്കാടും നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പിലും ഒക്കെ UDFന് കിട്ടിയതാണ് എന്ന് വിചാരിച്ച് LDF സംശുദ്ധരൊന്നും അല്ലേ? അവർക്കും കിട്ടിയിട്ടുണ്ട്. ഈ രണ്ടുപേരും ഒക്കത്ത് കൊണ്ടുവച്ച് നടന്ന് വളർത്തിയവരാണ്. ഈ വെൽഫെയർ പാർട്ടി ആയാലും ജമാഅത്തെ ഇസ്ലാമി ആയാലും നമ്മുടെ ഇദ്ദേഹമുണ്ടല്ലോ മദനിയുടെ പാർട്ടി, അല്ലേ, PDP, മദനിയുമായിട്ട് ഒന്നിച്ച് കൈകോർത്ത് വേദിയിലിരുന്നതല്ലേ. VSനെ കണ്ട് എഴുന്നേൽക്കാത്ത CPMന്റെ അന്നത്തെ സംസ്ഥാന സെക്രട്ടറി, ഇന്നത്തെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ മദനി വന്നപ്പോൾ എഴുന്നേറ്റ് ചെന്ന് സ്വീകരിക്കുന്ന കാഴ്ചയും കേരളം കണ്ടു. അത് VS ഇതിനെ വളരെ ശക്തമായി എതിർത്ത് നിന്ന ആളുകൂടിയാണ്. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, ഈ പൂന്തറ ഭാഗത്തു നിന്നാണ് അതിൻ്റെ ഒരു ഇത് തുടങ്ങിയത്. അവരുടെ തെരഞ്ഞെടുപ്പിൻ്റെ അന്ന് നടൻ മുരളിയൊക്കെ ആ വേദിയിൽ ഇരുന്നു എന്നുള്ളതാണ്. നമുക്കത് ആലോചിക്കാൻ കൂടി കഴിയുന്നില്ല, പുരോഗമനവാദികളായിട്ടുള്ള. അപ്പം ഇവര് നമ്മുടെ ഈ ജോസഫ് മാഷിൻ്റെ കൈ വെട്ടിയത് തന്നെ LDF സർക്കാരിൻ്റെ ഭരണകാലത്താണ്. അന്ന് വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന MA ബേബി എന്താണ് പറഞ്ഞത്? മണ്ടൻ പ്രൊഫസർ. എന്തുകൊണ്ട് ഒരു ചോദ്യപേപ്പർ ഇട്ടതിൻ്റെ പേരിലാണ് മണ്ടൻ പ്രൊഫസർ എന്ന് വിളിച്ചത്. അപ്പോൾ നോക്കണം ഇവരെത്രത്തോളം വളർത്തി.
ആലപ്പുഴയിലെ സംഭവം നമുക്കറിയാം. കോടതി പലവട്ടം ആ മുദ്രാവാക്യം വിളി കേട്ടിട്ട് പലവട്ടം പറഞ്ഞു ഇവരെ അറസ്റ്റ് ചെയ്യണമെന്നുള്ളത്. അവിടെ കളക്ടറെ മാറ്റിയതും ഒക്കെ അറിയാമല്ലോ. നീ പുതിയ വന്നതും ഒക്കെ തന്നെ ഉള്ള കാര്യങ്ങൾ അവർക്കനുസൃതമായിട്ടുള്ള ആ മുദ്രാവാക്യം തന്നെ കേരളത്തെ നടുക്കിയതാണ്. അപ്പം SDPIക്കാർ എന്താണ് അത് അവരെ ആ അത്തരത്തിലുള്ള സ്വഭാവത്തോടു കൂടിയ കേരളത്തിൽ നിൽക്കുന്ന മീഡിയ വൺ ചാനലും ഒക്കെ എന്താണ് അലറി വിളിച്ചുള്ള ചർച്ചയല്ലേ. അതെ. പിന്നെ ക്രൈസ്തവര് ബലി കഴിക്കുന്നു, ക്രൈസ്തവരുടെ അടുക്കലാണ് മതഭീകരത കാണിക്കുന്നത്, അവർക്ക് ജീവിക്കാൻ അനുവദിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവരെ ഒരു SDPI ഒരു മതേതര പാർട്ടിയാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇവര് ചില ക്രൈസ്തവ മുഖങ്ങളെയൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ കൊണ്ടുവരുന്നുണ്ട്. ഒരു ജോൺ മുണ്ടക്കയം ജോർജ് എന്ന് പറഞ്ഞ ഒരാൾ ഫേസ്ബുക്കിൽ എഴുതിയിരിക്കുന്നു, നിങ്ങൾ പിന്നെ ക്രിസ്തുവിൻ്റെ പിൻഗാമികളാണ്, അങ്ങനെയാണ് നിങ്ങൾ ഇത്തരത്തിലുള്ള നിങ്ങളെ തേജോവധം ചെയ്യുന്നതിന് എതിരെ നിങ്ങൾ പൊരുതണം, ഒന്നിക്കണം എന്നൊക്കെയാണ് SDPIയുടെ അവർക്ക് മറ്റുള്ളവരെ എന്തും ചെയ്യാം. അതുപോലെ ഒരു ബാബു മാത്യു SDPIയുടെ നേതാവാണ്. അവർക്ക് പിന്നെ ഈ ക്രൈസ്തവ സന്യാസിനിമാരോട് പിന്നെ മൂത്ത പ്രേമമാണ്. ഇത് കാണിക്കുന്നത് എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചാൽ അത് ഏവർക്കും പകൽ പോലെ വ്യക്തമാണ്. ഈ BJPയും അകറ്റണം, ഈ ക്രൈസ്തവരെ അകറ്റണം. അതിന് കിട്ടിയിരിക്കുന്ന ഒരവസരമാണ് ഇപ്പോൾ ഉപയോഗിച്ച് നോക്കുന്നത്. അത് പ്രാവർത്തികമാകണമെന്നൊന്നും ഇല്ല. കാരണം ഇതിൻ്റെ യഥാർത്ഥ സ്ഥിതി വന്നു കഴിഞ്ഞാൽ, യഥാർത്ഥ വിവരം പുറത്തു വന്നാൽ ഈ പറഞ്ഞതുപോലെ അവർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ ശിക്ഷിക്കപ്പെടും. കോടതിയിലാണ് ഇരിക്കുന്നത് കേസ്. അതെ, അതിനകത്ത് BJPക്ക് ഒന്നും ചെയ്യാനില്ല. എന്തായാലും ഒരു കാര്യം സാറ് ഞാൻ പറഞ്ഞത് അങ്ങ് മനസ്സിലായിരിക്കുമല്ലോ. ഈ നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒരിത് എത്ര പെട്ടെന്നാണ് കേരളത്തിൻ്റെ ഒരു അന്തരീക്ഷം മാറിയത്. നോക്കുമ്പോൾ ഇവിടുത്തെ MP മാർ ഒന്നടങ്കം ഇടത് വലത് MP മാരെല്ലാം കൂടെ ഓടിക്കതച്ച് ഛത്തീസ്ഗഡിൽ എത്തുന്നു, അവിടെ ജയിലിൽ പോകുന്നു, ഇവരെ കാണുന്നു, എന്നിട്ട് മാധ്യമങ്ങൾക്ക് ബൈറ്റ് കൊടുക്കുന്നു. ശരിക്കും ഹിന്ദിയും ഇംഗ്ലീഷും നേരെ ചൊവ്വേ സംസാരിക്കാൻ അറിയാത്ത MP പോലും ബബ്ബ എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ വിളിച്ചു പോകുന്നു. ഇതൊക്കെ അതിൻ്റെ കൂട്ടത്തിൽ ഇതാ ഇപ്പോൾ SDPIക്കാർ വരുന്നു, വെൽഫെയർ പാർട്ടിക്കാർ വരുന്നു. മുസ്ലിം ലീഗിൻ്റെ MP മാരവിടെ പോയത് നമുക്ക് മനസ്സിലാക്കാം. അതെ, അവർ പ്രതിപക്ഷത്തുള്ളവരാണ്. അവർ പോയി, കോൺഗ്രസ് പോയി, LDFിൽ നിന്നുള്ള MP മാരൊക്കെ പോയി. അപ്പം അതിൻ്റെ പുറകെ പക്ഷേ ഈ പറഞ്ഞതുപോലെ SDPIക്കാർ വലിയ ഈ അച്ഛന്മാരോടും കന്യാസ്ത്രീകളോടും ചേർന്ന് തൃശ്ശൂരിലും എറണാകുളത്തും ഒക്കെ പ്രകടനം നടത്തുന്നു, മെഴുകുതിരി കത്തിക്കുന്നു. അവർക്കൊക്കെ എന്നാണ് ഈ ക്രിസ്ത്യൻ പ്രേമം? അപ്പോൾ ഈ ഏതാണ്ട് 15 കൊല്ലം മുമ്പ് ജോസഫിൻ്റെ കൈ വെട്ടുമ്പം അന്ന് ഇതൊന്നും ഇല്ലായിരുന്നു. അല്ല, ഈ പോപ്പുലർ ഫ്രണ്ടിന്റെ മുഖച്ഛായ ഉള്ളവരാണ്. അതെ, SDPI. ഈ SDPIയുടെ ആൾക്കാർ മുഴുവനും പോപ്പുലർ ഫ്രണ്ട് നിരോധിക്കപ്പെട്ടപ്പോൾ SDPIയിലേക്ക് നുഴഞ്ഞു കയറിയവരാണ് അല്ലെങ്കിൽ മാറിയവരാണ് എന്നുള്ള ആക്ഷേപം. അതിനോടൊപ്പം മറ്റൊരു കാര്യമുണ്ട്. ഒരു കുറ്റിക്കലച്ചൻ എന്ന് പറയുന്ന ഒരു വൈദികൻ, അദ്ദേഹം ഈ വലിയ മനുഷ്യ സേവയൊക്കെ ചെയ്യുന്ന ആളാണ്. അദ്ദേഹം തെരുവിൽ കഴിയുന്ന ഭിക്ഷക്കാരെയും ഒക്കെ പിടിച്ചുകൊണ്ടുവന്ന് കുളിപ്പിച്ച് നല്ല വസ്ത്രം കൊടുത്ത് നല്ല ഭക്ഷണം കൊടുത്ത് അവരെ അനാഥാലയത്തിലും മറ്റുമൊക്കെ ആക്കുന്നു, അല്ലെങ്കിൽ എവിടെയെങ്കിലും പുനരധിവസിപ്പിക്കുന്നു. ഉടനെ അദ്ദേഹത്തെ പറ്റി പറഞ്ഞത് എന്താണ്, നിങ്ങൾ മതപരിവർത്തനം നടത്തിക്കുന്ന ആളാണ് എന്നാണ്. അപ്പോൾ ഒരു നല്ല കാര്യം ചെയ്തപ്പോൾ പോലും അവിടെ അത്തരത്തിൽ ക്രൈസ്തവരെ വേട്ടയാടിയവരാണ് ഇവർ. ക്രൈസ്തവ പ്രേമമായിട്ട് അവരാണ് ഛത്തീസ്ഗഡിൽ പോയി ക്രൈസ്തവ പ്രേമം കാണിച്ചുകൊണ്ടിരിക്കുന്നത്.